ശക്തമായ പോരാട്ടത്തിനൊടുവിൽ 19 വോട്ടുകൾ നേടിയാണ് ടി.പി. ഷാജി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച വിജയകുമാറിന് 9 വോട്ടുകൾ ലഭിച്ചു. UDFിലെ മുൻധാരണയനുസരിച്ച് ഭരണകാലയളവിന്റെ ആദ്യ 2.5 വർഷം കോൺഗ്രസിനും ബാക്കി 2.5 വർഷം മുസ്ലിം ലീഗിനുമാണ് ലഭിക്കുക. മുസ്ലിം ലീഗിലെ അസ്ന ഹനീഫ വൈസ് ചെയർപേഴ്സണായി ചുമതലയേൽക്കും. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി വികസനത്തിനു വേണ്ടി പ്രവർത്തിക്കുമെന്ന് ടി.പി. ഷാജി പറഞ്ഞു. ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കളോടും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളോടും പ്രത്യേക നന്ദി അറിയിക്കാൻ വരുന്ന 2.5 വർഷക്കാലം സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾക്ക് സാധാരണ ജനങ്ങളെ ചേർത്ത് നിർത്തി ഒരു വിവേചനമില്ലാതെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് ഉറപ്പ് നൽകിയാണ്. എല്ലാ സമൂഹത്തിലുള്ള എല്ലാ മേഖലയിലുള്ള മുഴുവൻ ജനങ്ങളുടെയും ആത്മാർത്ഥമായ പിന്തുണ ഉണ്ടാകണം എന്ന് കൂടി അഭ്യർത്ഥിക്കുക. നഗരസഭയിലെ ഏക BJP അംഗമായ ഗിരിജ കൗൺസിൽ ഹാളിൽ എത്തിയെങ്കിലും വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ഈ ചാനൽ ന്യൂസ് പട്ടാമ്പി. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി.